നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് റീമേക്ക് ചെയ്ത് ഒറിജിനലിനേക്കാൾ മികച്ചതായ ചില സിനിമകളെ പറ്റിയാണ്. ലിസ്റ്റിലായിട്ടേത് ഒരു ഷാരൂഖ് ഖാൻ സിനിമയാണ്. ആ ഒരു സിനിമയാണ് 2008 പുറത്തിറങ്ങിയ ഷാരൂഖ് ഖാന്റെ ഡോൺ എന്ന സിനിമ. ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ 1978 പുറത്തിറങ്ങിയ അമിതാഭ് ബച്ചന്റെ ഡോൺ സിനിമയുടെ ഒരു ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു. ഈ ഒരു സിനിമയും വിജയം നേടിയ സിനിമയാണ്. ഷാരൂഖ് ഖാന്റെ സിനിമയിലേക്ക് വന്നപ്പോൾ ഒരു മോഡേൺ വെസ്റ്റേൺ സ്റ്റൈലിലായിരുന്നു ഈ ഒരു സിനിമ ഉണ്ടാക്കിയത്. ഈ ഒരു സിനിമയിൽ ആദ്യ ഡോൺ സിനിമയുമായി കമ്പയർ ചെയ്യുമ്പോൾ പല മാറ്റങ്ങളും ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമയിൽ മികച്ച ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റോറി വൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡോൺ സിനിമ ഒരു മികച്ച റീമേക്ക് ആയിരുന്നു. ഷാരൂഖ് ഖാന്റെ കരിയറിലെ തന്നെ വളരെ ഫാൻ ബേസ് ഉള്ള ഒരു സിനിമ കൂടിയാണ്. വർഷങ്ങൾക്ക് ശേഷം 2011 ഡോൺ 2 സിനിമ ഇറങ്ങി. ഡോൺ 2 എന്ന സിനിമയും വളരെ വലിയൊരു വിജയം നേടി. 90 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 200 കോടിക്ക് മേലെ കളക്ഷൻ നേടി. അടുത്ത സിനിമയാണ് 2012 പുറത്തിറങ്ങിയ ഋതിക് റോഷൻ നായകനായ അഗ്നിപാത് എന്ന സിനിമ. ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ സെയിം പേരിൽ തന്നെ 90 പുറത്തിറങ്ങിയ അമിതാഭ് ബച്ചൻ സിനിമയുടെ ഒരു ഒഫീഷ്യൽ റീമേക്കാണ്. ഈ ഒരു സിനിമ ഒരു ഫ്ലോപ്പായിരുന്നു. എന്നാൽ പുതിയ അഗ്നിപാത് സിനിമ വളരെ മികച്ച റീമേക്കാണ്. ഈ ഒരു സിനിമയിലെ വില്ലൻ സഞ്ജയ് ദത്ത് ആയിരുന്നു. സഞ്ജയ് ദത്തിന്റെ കരിയറിലെ തന്നെ മികച്ച വില്ലൻ റോള് ഈ ഒരു സിനിമയിൽ കാണാം. ഒരു ടെറർ വില്ലനായിരുന്നു. ഒപ്പം ഋതിക് റോഷന്റെ വളരെ മികച്ച പെർഫോമൻസും ഈ ഒരു സിനിമയെ കൂടുതൽ മികച്ചതാക്കി. ഫേമസ് ആയ വളരെ മികച്ച പാട്ടുകൾ സിനിമയ്ക്കുണ്ട്. വളരെ മികച്ചൊരു റീമേക്കാണ്. ഋതിക് റോഷന്റെ കരിയറിലെ തന്നെ മികച്ച സിനിമകളിലൊന്നാണ് ഈ ഒരു സിനിമ. അടുത്തത് വിക്രം വേദ സിനിമയാണ്. 2017 തമിഴിൽ വിക്രം വേദ സിനിമ ഇറങ്ങിയത്. സിനിമ വലിയൊരു വിജയം നേടി. തമിഴിലെ തന്നെ മികച്ച സിനിമകളിലൊന്നാണ് വിക്രം വേദ. 2022 വിക്രം വേദ സിനിമയുടെ ഒരു ഒഫീഷ്യൽ റീമേക്ക് പുറത്തിറങ്ങി. അതും ബോളിവുഡിൽ. ഋതിക് റോഷനും സൈഫ് അലി ഖാനുമായിരുന്നു സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഈ ഒരു സിനിമ ഒരിക്കലും ഒറിജിനലിനേക്കാൾ മികച്ച റീമേക്ക് അല്ല. എങ്കിലും ഋതിക് റോഷന്റെ പെർഫോമൻസ് വൈസും ചില സീനുകളും ഈ ഒരു സിനിമയെ ഒരു ബെറ്റർ റീമേക്ക് ആക്കുന്നുണ്ട്. ഈ ഒരു സിനിമ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. അടുത്തത് ഒരു മലയാള സിനിമയാണ്. ആ ഒരു സിനിമയാണ് 2004 പുറത്തിറങ്ങിയ പ്രിയദർശൻ ഡയറക്ട് ചെയ്ത വെട്ടം എന്ന സിനിമ. ഈ ഒരു സിനിമ ഒരു റീമേക്ക് ആണെങ്കിലും ഒഫീഷ്യൽ റീമേക്ക് അല്ല. യഥാർത്ഥത്തിൽ ഈ സിനിമ ഒരു ഹോളിവുഡ് സിനിമയുടെ അൺഒഫീഷ്യൽ റീമേക്കാണ്. ആ ഒരു സിനിമയാണ് 95 പുറത്തിറങ്ങിയ ഫ്രഞ്ച് കിസ് എന്ന ഹോളിവുഡ് സിനിമ. ഈ ഒരു സിനിമ വലിയ വിജയം നേടിയ ഒരു മികച്ച ഹോളിവുഡ് സിനിമയാണ്. ഈ ഒരു സിനിമയുമായി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഇമോഷണൽ സീനുകളും കോമഡി സീനുകളും മികച്ച മ്യൂസിക്കും വെട്ടം സിനിമയിലുണ്ട്. ഇതൊരു ഹോളിവുഡ് സിനിമയാണ്. എങ്കിലും ചില സീനുകൾ കൊണ്ട് വെട്ട സിനിമ ഒരു മികച്ച റീമേക്കായി മാറുന്നു. അടുത്തത് വിജയണ്ണന്റെ സിനിമയാണ്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വിജയണ്ണന്റെ ലിയോ എന്ന സിനിമ. ഈ ഒരു സിനിമ നമുക്കറിയാം ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ഒഫീഷ്യൽ അഡാപ്റ്റേഷൻ ആണ്. ഈ ഒരു നോവലിനെ ബേസ് ചെയ്ത് സെയിം പേരിൽ തന്നെ ഒരു ഹോളിവുഡ് സിനിമയും പുറത്തിറങ്ങി. ഈ ഒരു സിനിമയേക്കാൾ കൂടുതൽ മാസ സീനുകളും ഇമോഷണൽ സീനുകളും ആക്ഷൻ സീനുകളും ഉള്ളത് ലിയോ സിനിമയിലാണ്. രണ്ട് സിനിമകളും തമ്മിൽ ചെറിയ ചില ഡിഫറൻസേ വരുന്നുള്ളൂ. ലിയോ സിനിമ തുടങ്ങുന്നത് 3 കള്ളന്മാരെ കാണിച്ചുകൊണ്ടാണ്. എന്നാൽ ഇംഗ്ലീഷ് സിനിമയിൽ ഇതുപോലെ തന്നെ 2 വില്ലന്മാരെ കാണിക്കും. ഇവർ തുടക്കത്തിൽ തന്നെ ഒരു ഹോട്ടലിൽ കയറി അവിടെയുള്ള എല്ലാവരെയും കൊല്ലും. 2 പേരും ക്രിമിനൽസ് ആണ്. പെട്ടെന്ന് ഒരു ചെറിയ കുട്ടി ഒരു പാവയുമായി വരും. ഒച്ച വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കുട്ടിയെ ഷൂട്ട് ചെയ്യും. ലിയോ സിനിമയിൽ ഈ ഒരു സെയിം സീൻ തന്നെ മറ്റൊരു രീതിയിലുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലിയോ ദാസിനെയാണ്. ഇവിടെ പേര് ടോം എന്നാണ്. ലിയോ സിനിമ പോലെ ടോമിന് ഒരു വൈഫുണ്ട്, 2 മക്കളുമുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ലിയോ സിനിമ പോലെ ടോം ഇവിടെ ഒരു റെസ്റ്റോറന്റ് നടത്തുകയാണ്. ഒരു ദിവസം രാത്രി നമ്മൾ കണ്ട 2 വില്ലന്മാരും കൂടി കാർ ഓടിച്ചു പോവുകയായിരുന്നു. പെട്ടെന്ന് അവർക്ക് വിശപ്പ് വന്നു. ഇവർ നേരെ കയറി വന്നത് ടോമിന്റെ റെസ്റ്റോറന്റിലാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ മുട്ടയുടെ പേര് ബില്ലി എന്നാണ്. അൽഫാം എടുക്കുക എന്ന് ബില്ലി പറയും. അപ്പോൾ ടോം പറയും, അയ്യോ സാർ ഇന്ന് ഫുഡെല്ലാം കഴിഞ്ഞു, എന്നാൽ മര്യാദയ്ക്ക് 2 കോഫിയെങ്കിലും തരാൻ ബില്ലി പറയും. ലിയോ സിനിമയിൽ ചോക്ലേറ്റ് കോഫിയായിരുന്നു. ഇവർ സാധാ കോഫിയാണ് കുടിച്ചത്. അതും ഒരു ഡിഫറൻസ് ആണ്. പെട്ടെന്ന് അവർക്ക് ലിയോ സിനിമ പോലെ കടയിലെ ഹെൽപ്പറിനെ വളരെ ഇഷ്ടമായി. ഇവർ ഹെൽപ്പറിനെ ശ്രദ്ധിക്കുന്നത് കണ്ട് വീട്ടിലേക്ക് പോകാൻ ടോം പറയും. ഹെൽപ്പർ വീട്ടിലേക്ക് പോകാൻ പോകുമ്പോൾ പെട്ടെന്ന് അവർ ഉപദ്രവിക്കാൻ തുടങ്ങും. ലിയോ സിനിമ പോലെ മകളുടെ ക്യാരക്ടർ ഇവിടെ ഇല്ല. പെട്ടെന്ന് ബില്ലി ടോമിനെ തോക്ക് ചൂണ്ടും. പണമെല്ലാം എടുത്ത് എന്ന് പറയും. ലിയോ സിനിമ പോലെ തന്നെ ടോം ഇവിടെ ചായ ഗ്ലാസ് എടുത്ത് ബില്ലിയുടെ പെട്ടത്തല നോക്കി അടിക്കും. അവരുടെ തോക്ക് താഴെ വീണു. ടോം തോക്കെടുത്ത് 2 പേരെയും കൊല്ലും. ശേഷം ലിയോ സിനിമ പോലെ ടോം വളരെ ഫേമസ് ആയി. പിറ്റേ ദിവസം ഇന്റർവ്യൂ ചെയ്യാനായി ഒരുപാട് ആളുകൾ വന്നു.
ഇവർക്കിടയിലൂടെ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഈ വരുന്നതാണ് ഈ സിനിമയിലെ ആന്റണി ദാസ്. ഇതിലെ പേര് ഫൊഗാട്ടി എന്നാണ്. ഈ ഒരു മൊട്ടത്തലെ ലിയോ സിനിമയിൽ ആന്റണി ദാസ് ലിയോയെ മീറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെയും ഒരു സീനുണ്ട്. ഹേയ് ജോയി, എനിക്ക് കുടിക്കാൻ ഒരു ഷെയ്ക്ക് താ എന്ന് പറയും. അയ്യോ സാർ, എന്റെ പേര് ജോയി അല്ല, ടോം ആണെന്ന് ടോം പറയും. അപ്പോൾ തന്നെ ഇതിലെ ആന്റണി ദാസ് നീ എന്നെ മറന്നു പോയോ എന്ന് പറഞ്ഞുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റും. നോക്കിയപ്പോൾ ഒരു കണ്ണാരോ അടിച്ച് പൊട്ടിച്ചതുപോലെ. ഇപ്പോൾ ഓർമ്മ വന്നോ ജോയി എന്ന് ചോദിക്കും. ഞാൻ ജോയി അല്ല, ടോം ആണെന്ന് തന്നെ ഇവിടെയും പറയും. ലിയോ സിനിമയിൽ ആന്റണി ദാസ് സ്ലോ മോഷനിൽ നടന്നു പോകുന്നത് പോലെ ഇവിടെയും മറ്റൊരു രീതിയിൽ ഒരു സീനുണ്ട്. ഇവിടെ ടോമിന്റെ ഭാര്യ വന്ന് പറയും, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. എന്റെ ഹസ്ബൻഡിനെ പരിചയമുണ്ടെന്ന് പറഞ്ഞു പറ്റിച്ച് കാശ് തരാതെ പോവാനല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ തന്നെ ഇവിടത്തെ ആന്റണി ദാസ് മാസായി കുറെ പൈസ എറിഞ്ഞിട്ടുകൊണ്ട് ഫുഡ് പോലും കഴിക്കാതെ തിരിച്ചു പോകും. ടോമിന്റെ ഭാര്യ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനെ വിളിച്ചു പറയും. പരിചയമുള്ള ഒരു പോലീസ് ഓഫീസർ വന്ന രണ്ടുപേരും വലിയ ഗ്യാങ്സ്റ്റേഴ്സ് ആണ്, നിനക്കും അവരുമായി വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിക്കും. ടോം ഇല്ലെന്ന് പറയും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആന്റണി ദാസ് വീണ്ടും വരും. ഇത്തവണ വന്നിരിക്കുന്നത് വൈഫിനെ മീറ്റ് ചെയ്യാനാണ്, ടോമിനെ അല്ല. വൈഫ് ഒരു ഷോപ്പിംഗ് മാളിലായിരിക്കും. ഈ ഒരു സീൻ മറ്റൊരു രീതിയിൽ ഫൈറ്റ് ചേർത്തുകൊണ്ടാണ് ലിയോ സിനിമയിലുള്ളത്. പെട്ടെന്ന് ഇവരുടെ മകളെ കാണാതെയാവും. നോക്കിയപ്പോൾ ആന്റണി ദാസിന്റെ അടുത്തിരിക്കുന്നു. വൈഫ് പറയും, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ മൊട്ടത്തലെ, എന്തിനാണ് എന്റെ മോളെ കയ്യും കാലും കാണിച്ച് വിളിച്ചത് എന്ന് ചോദിച്ചു. എന്റെ ഭർത്താവ് ജോയി അല്ല എന്ന് പറയും. അപ്പോൾ ആന്റണി ദാസ് പറയും, നിനക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അവനെ അറിയാം. അവനൊരു ക്രിമിനലാണ്. എന്റെ മുഴുവൻ ആളുകളെയും അവൻ കൊന്നു. പോരാത്തതിന് എന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു. ഞാൻ അവനെ കണ്ടോളാമെന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി ദാസ് പോവും. ഒരു ദിവസം ടോം കടയിലിരിക്കുമ്പോൾ ടോമിന്റെ കടയുടെ ഫ്രണ്ടിൽ കൂടെ ആന്റണി ദാസിന്റെ കാർ പോകും. ടോം അപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ചു പറയും, അവർ അങ്ങോട്ടാണ് വരുന്നത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഡോറിൽ ആരോ മുട്ടി. ടോമിന്റെ വൈഫ് തോക്കെടുത്ത് റെഡിയായി. ലിയോ സിനിമയിൽ പയ്യൻ ജാവോലയും വലിച്ചെറിയും. നോക്കിയപ്പോൾ ടോം ആയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആന്റണി ദാസ് വന്നു. കൂടെ ടോമിന്റെ മകനും ഉണ്ടായിരുന്നു. വന്ന് കാറിൽ കയറാൻ ടോമിനോട് ആന്റണി ദാസ് പറയും. ലിയോ സിനിമയിൽ ഒരു ചേസിംഗ് സീനുണ്ട്. മകനെ വിട്ടാൽ കയറാമെന്ന് ടോം പറയും. അങ്ങനെ മകനെ വിട്ടപ്പോൾ ടോം കാറിൽ കയറുന്നില്ല. അവനെ പിടിച്ചുകൊണ്ടുവാന്ന് ആന്റണി ദാസ് പറയും. പെട്ടെന്ന് ടോം ഗണ്ണ് തട്ടിയെടുത്ത് ഒരാളെ ഷൂട്ട് ചെയ്തു. പെട്ടെന്ന് ആന്റണി ദാസ് ഷൂട്ട് ചെയ്തു. ടോമിന്റെ ഷോൾഡറിലാണ് കൊണ്ടത്. ശേഷം ആന്റണി ദാസ് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ടോം പറയും, നിന്റെ കണ്ണടിച്ച് പൊട്ടിക്കുന്നതിന് പകരം നിന്നെ തന്നെ കൊന്നാലും മതിയായിരുന്നു എന്ന്. ഇതാണ് ലിയോ സിനിമ പോലെ ടോമല്ല ജോയി ആണെന്നുള്ള റിവേലിംഗ് സീൻ. പെട്ടെന്ന് പുറകിൽ നിന്ന് ടോമിന്റെ മകൻ ഷൂട്ട് ചെയ്ത് ആന്റണി ദാസിനെ തട്ടും. നേരത്തെ ഗൺ ഷോട്ട് കൊണ്ടതുകൊണ്ട് ടോമിനെ ഹോസ്പിറ്റലിലാക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ടോമിനൊരു കോള് വരും. ലിയോ സിനിമയിൽ വിക്രമാണ് വിളിക്കുന്നത്. എന്നാൽ ഇവിടെ വിളിച്ചത് ഹറോൾഡ് ദാസ് ആണ്. ഇവിടെ ഹറോൾഡ് ദാസ് ടോമിന്റെ ഒരു യഥാർത്ഥ അനിയനാണ്. ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുമോ എന്ന് ഹറോൾഡ് ദാസ് ചോദിക്കും. ഞാൻ വരാമെന്ന് ടോം പറയും. പിന്നീട് ഒരു ഗൺ ഫൈറ്റ് നടക്കുന്നു. ഹറോൾഡ് ദാസും ചാവുന്നു. ഇങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈൻ. നമ്മളുടെ രണ്ട് സിനിമയും കമ്പയർ ചെയ്ത് നമ്മുടെ സെക്കൻഡ് ഹാഫ് മുഴുവൻ ഇതിൽ തീർന്നു.